ഹേയ്, അസ്സലാമു അലൈക്കും. റമദാൻ സീരീസ് എപ്പിസോഡ് നമ്പർ 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം. അതായത്, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ആകെ കുഴഞ്ഞു പോയതുപോലെ തോന്നുന്നുണ്ടോ? നിങ്ങൾ പ്ലാൻ ചെയ്തത് നടക്കാത്തത്, നിങ്ങൾ വിശ്വസിച്ചവർ മാറിപ്പോയത്, നിങ്ങൾ വീണ്ടും വീണ്ടും ദുആ ചെയ്തിട്ടും ആ ഒരു കാര്യം നടക്കാത്തത്. അപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും, എൻ്റെ ലൈഫ് ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേണ്ടി എന്താണ് പ്ലാൻ ചെയ്തത് എന്നുള്ളത്. നമ്മളെല്ലാവരും ഒരു വലിയ തെറ്റ് ചെയ്യുന്നു. അതായത്, നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നമ്മൾ കരുതുന്നത് അല്ലാഹു നമ്മെ വിട്ടു, അല്ലാഹുവിന് നമ്മളെ ഇഷ്ടമില്ല. പക്ഷെ സത്യം വേറെയാണ്. ചിലപ്പോൾ അല്ലാഹു നിങ്ങളെ തകർക്കുന്നില്ല, അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയാണ്. ഈ രൂപപ്പെടുത്തുകയാണെന്ന് എന്താണെന്ന് വെച്ചാൽ, അവൻ നമ്മളെ പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാത്തതും, ഒരുപാട് വിഷമങ്ങളും ഒരുപാട് അസുഖങ്ങളും ഒരുപാട് നമ്മൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പരീക്ഷണത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ഹൃദയം ഒരുപാട് സോഫ്റ്റാവും, ഒരുപാട് അലിഞ്ഞതാകും. അങ്ങനെ ആ ഒരു അലിവിൽ നമുക്ക് അള്ളാഹിനെ കണ്ടെത്താൻ സാധിക്കും. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നമ്മളുടെ സന്തോഷം അവിടെ തീർന്നു. പക്ഷേ അള്ളാഹു കണ്ടത് നമ്മൾ കാണുന്നില്ല. അവൻ ഭാവിയിലെ വേദന ഇന്ന് നീക്കം ചെയ്തതാവാം, അവൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാവാം. ഒരിക്കലും നമ്മൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. നമ്മളുടെ പ്രതീക്ഷയും നമ്മളുടെ വിശ്വാസവും എല്ലാം നമ്മൾ അല്ലാഹുവിൽ ഏൽപ്പിക്കുക. നമ്മളൊരു പരീക്ഷയിൽ തോറ്റു പോയാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് വിചാരിച്ച ജോലി നമ്മൾക്ക് കിട്ടാത്തപ്പോൾ നമ്മൾക്ക് ആകെ നിരാശയായിരിക്കും, ആകെ സങ്കടമായിരിക്കും. പക്ഷേ നമ്മളുടെ യൂനുസ് നബി അലൈഹി വസല്ലമ തങ്ങളെ തിമിംഗലം വിഴുങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആകെ മൊത്തത്തിൽ ഇരുട്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഒറ്റക്കായിരുന്നില്ല, നബിയോടൊപ്പം അല്ലാഹു ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ ഇരുട്ട് അല്ലാഹു ഇല്ലാത്തതിൻ്റെ തെളിവല്ല, അത് അവനോട് അടുത്ത് വരാനുള്ള ഒരവസരമാണ്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലമ തങ്ങൾ ജനങ്ങളോടൊപ്പം കടലിൻ്റെ മുന്നിൽ നിസ്സഹായതായ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. ജനങ്ങളെല്ലാവരും വിചാരിച്ചു, കഴിഞ്ഞു, നമ്മളുടെ കഥ കഴിഞ്ഞു, ഇനി നമ്മൾക്ക് രക്ഷപ്പെടാൻ അവസരമില്ല എന്നുള്ളത്. പക്ഷെ അവസാനമെന്ന് നിങ്ങൾ കാണുന്നിടത്ത് അല്ലാഹു വഴി തുറക്കാൻ തയ്യാറാകുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആ ഒരു വഴി നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അത് ആ ഒരു വഴി ഇല്ല എന്നതിനുള്ള അർത്ഥമല്ല. അവൻ ഇപ്പോഴും ആ ഒരു വഴിയിലേക്ക് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ ഇന്ന് തകർന്നിരിക്കാം, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളിപ്പോഴും ദുആ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളിപ്പോഴും മാറണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അതൊക്കെ എന്തിൻ്റെ തെളിവാണ്? അല്ലാഹു നിങ്ങളെ വിട്ടിട്ടില്ല എന്നുള്ളൊരു തെളിവാണ്. അവനവൻ്റെ വാതിൽ അടച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരാൻ തോന്നുമായിരുന്നില്ല. ഈവൻ ഈ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് കാണാൻ തോന്നുമായിരുന്നില്ല. ഈ ഒരു റമദാനിൽ എപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ, അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം നമ്മളുടെ വിശ്വാസവും നമ്മളുടെ എല്ലാം നമ്മൾ തവക്കുൽ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ എല്ലാ കാര്യവും നമ്മൾ അല്ലാഹുവിലേക്ക് സമർപ്പിക്കുക. അങ്ങനെ നമ്മളുടെ എല്ലാ പേടികളും, നാളത്തെക്കുറിച്ചുള്ള പേടിയും, നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള വിഷമങ്ങളും എല്ലാം നമ്മൾ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയോ? ഒരുപാട് നേരമായിട്ട് ഒരു മനുഷ്യന് വലിയൊരു ഭാരമുള്ളൊരു വസ്തുവുമായിട്ട് യാത്ര ചെയ്യാണ്. ആ ഒരു സമയത്ത് ആ ഒരു മനുഷ്യന് ആ ഒരു ഒരു വലിയൊരു ഭാരമുള്ളൊരു സാധനം ഇറക്കി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതേ ആശ്വാസമാണ് നമ്മൾ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് റമദാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് നോൽക്കുന്നവരാണല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം നോമ്പ് നോൽക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം ഒരുപാട് സമയം, വെള്ളം ഒരുപാട് സമയം ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നോമ്പ് അനുഷ്ഠിക്കുന്നത്. നമ്മൾ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, നമ്മൾ ഈത്തപ്പഴവും കഴിച്ചു, വെള്ളം കുടിച്ചു,
കുറച്ച് ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴേക്കും തന്നെ നമ്മളുടെ വയറ് പെട്ടെന്ന് ഫില്ലാകുന്ന പോലെ നമ്മൾക്ക് തോന്നാറില്ലേ? സോ ഇതുപോലെയാണ് നമ്മളുടെ ജീവിതവും. നമ്മൾ ഒരുപാട് സമയം പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ വേദനയില്ലാത്ത ലോകത്ത് സ്വർഗത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളുടെ ഈ ഒരു വേദനയ്ക്ക് നമുക്ക് ഒന്നുമല്ല എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷം വരാനുണ്ട്. ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.